ലീഗിനെ കോൺഗ്രസ് തഴയുമോ? ലീഗുമായുള്ള ബന്ധം അവസാനിക്കുമോ? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ലീഗ് പലപ്പോഴും കോൺഗ്രസിനെ പ്രതിസന്ധിയിൽ ആക്കിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതൊരു സീറ്റ് കൂടി ലീഗ് ചോദിച്ചെങ്കിലും കോൺഗ്രസ് കൊടുത്തില്ല. ലീഗും കോൺഗ്രസും തമ്മിൽ തെറ്റുമെന്ന സ്ഥിതിവിശേഷം വന്നു. എന്തായാലും രാജ്യസഭാ സീറ്റ് കൊടുത്ത് ലീഗിനെ കോൺഗ്രസ് ഒതുക്കി. മാത്രമല്ല, ലീഗ് പലപ്പോഴും CPM-നോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിച്ചു. CPM-ഉം ലീഗും തമ്മിൽ അനൗദ്യോഗിക ചർച്ചകൾ നടന്നതൊക്കെ ചരിത്രം. അതൊക്കെ അറിയപ്പെടുന്ന രഹസ്യം. കുഞ്ഞാലിക്കുട്ടിയടക്കം ലീഗിലെ ഒരു വിഭാഗം CPM-ലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ CPM-ലേക്കല്ല, LDF-ലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ KM ഷാജിയെപ്പോലെയുള്ള യുവതുർക്കികൾ അതിനെ എതിർക്കുന്നു. ലീഗ് CPM-ലേക്ക് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ കാര്യം ജഗപുകയായി മാറും. അതുകൊണ്ട് തന്നെ മറ്റൊരു മാർഗം കോൺഗ്രസ് തിരഞ്ഞിരിക്കുന്നു. SDP-യുമായി കൈകൊടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. അതിനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നു. SDP-ഐ CPM-ൻ്റെ കണ്ണിൽ വർഗീയ പാർട്ടിയാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ SDP-യുമായി ബന്ധം സ്ഥാപിക്കാൻ, അവിഹിത ബന്ധം സ്ഥാപിക്കാൻ എല്ലാ പാർട്ടികളും, CPM അടക്കമുള്ള എല്ലാ പാർട്ടികളും ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ SDP-ഐ CPM-ന് വോട്ട് നൽകിയിരുന്നു. നേമം മണ്ഡലത്തിൽ SDP-ഐ CPM-ന് വോട്ട് നൽകിയിരുന്നു. ശിവൻകുട്ടി SDP-ഐ ഓഫീസിൽ പോയെന്നൊക്കെയുള്ള വിവാദങ്ങൾ അക്കാലത്ത് ഉണ്ടായിരുന്നു. എന്തായാലും നേമത്ത് ശിവൻകുട്ടി ജയിച്ചത് SDP-യുടെ വോട്ടുകൾ കൂടിക്കൊണ്ടാണ്. എന്തായാലും ഇപ്പോൾ SDP-ഐ കോൺഗ്രസുമായി കൈകോർക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. അനൗദ്യോഗിക ചർച്ചകൾ നടക്കുന്നു. ലീഗ് പോയാലും ഒരു കുഴപ്പവുമില്ല, SDP-യെ കൂടെ കൂട്ടുമെങ്കിൽ എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. SDP-ഐ ഇപ്പോൾ വടക്കൻ കേരളത്തിൽ ശക്തി പ്രാപിച്ചു വരുന്ന പ്രസ്ഥാനമാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതോടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരെല്ലാം SDP-യിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുന്നു. പല മണ്ഡലങ്ങളിലും SDP-യ്ക്ക് ശക്തമായ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ, വടക്കൻ കേരളത്തിൽ എന്ന് വെച്ചാൽ മലബാറിൽ ശക്തമായ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ SDP-യുമായി കൈകൊടുത്താൽ പ്രശ്നമില്ല എന്ന രീതിയിലാണ് കോൺഗ്രസിൻ്റെ നിലപാട്. SDP-യും കോൺഗ്രസും തമ്മിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടന്നിരുന്നു. അത് SDP-ഐ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തു. പല ലോക്സഭാ മണ്ഡലങ്ങളിലും SDP-ഐ വോട്ടുകൾ കോൺഗ്രസ്സിന് മറഞ്ഞു. BJP അധികാരത്തിൽ വരാതിരിക്കാൻ SDP-ഐ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു എന്നാണ് SDP-ഐ നേതാക്കൾ പറഞ്ഞത്. ലീഗിനെ ഇതൊക്കെ അസ്വസ്ഥമാക്കുന്നുണ്ട്. SDP-ഐ ലീഗിന് എന്നും ഭീഷണിയാണ്. ലീഗ് പ്രവർത്തകരാണ് SDP-ഐ പ്രവർത്തകരായി മാറിയത്. അതും ചരിത്രം. എന്തായാലും ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടിയിരിക്കുന്നു. കോൺഗ്രസിനെ ലീഗ് പലപ്പോഴും സമ്മർദ്ദത്തിലാക്കുന്നു എന്ന ധാരണ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. ലീഗ് ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം. അത്ര ഗതികേടിലാണ് കോൺഗ്രസ് ഇപ്പോൾ. ഈ സാഹചര്യത്തിലാണ് SDP-യുമായി കൈകോർക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം SDP-ഐ വർഗീയ പാർട്ടിയല്ല. പക്ഷേ LDF SDP-യെ വർഗീയ പാർട്ടിയായി കരുതുന്നു. അതുകൊണ്ട് SDP-ഐ ബാന്ധവം LDF പൂർണ്ണമായി മാറ്റി നിർത്തുന്നു. പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ LDF-ഉം നടത്താറുണ്ട്. SDP-ഐ വോട്ടുകൾ തേടാറുമുണ്ട്. ഇപ്പോൾ കോൺഗ്രസും SDP-യും തമ്മിൽ കൈകൊടുക്കുമോ? ഈ ചോദ്യമാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്.